Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള വ്ളോഗുമായിട്ടാണ്. കേക്ക് ക്ലാസ്സുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടയർ കേക്ക് ഉണ്ടായിരുന്നു. ഫോണ്ടൻറ്റ് വർക്ക് വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. അത് ഒരു 9 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡെക്കറേഷനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മുന്നേ ഞാനിതിൻ്റെ ഡെക്കറേഷനെല്ലാം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കളർ ചേഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 പോപ്സും 6 കപ്പ് കേക്കും പിന്നെ 2 ടയർ കേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. 2 kg ആണ് വെയിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 kg എൻ്റെ ഫ്ലാറ്റ് കേക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് കേക്ക് വന്നിട്ടുള്ളത് 2 kgയിൽ വാനില ഫ്ലേവറാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്തിട്ടുള്ളത് വലിയ ബേസ് എടുത്തിട്ട് അതിന് ജോയിൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. 2 ലെയർ ഇതിന് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 കേക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 kgയിൽ 2 ടയർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അതിൽ ഫോണ്ടൻറ്റ് വർക്കും പിന്നെ 2 കേക്കും കൂടി വന്നിട്ടുള്ള ഭാഗത്ത് ഒരു ലേസ് വെച്ചിട്ടുള്ളൊരു അപ്പോൾ ഒരു ലേസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഫോണ്ടൻറ്റിൻ്റെ ഷൂ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ഷൂ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് വരുന്നതിൻ്റെ മുന്നായിട്ട് കിച്ചണെല്ലാം കാലിയാക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അവർക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്നാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഹെൽപ്പിനായിട്ട് എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മ വീട്ടിൽ നിന്ന് അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയാണ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റുള്ള ജോലി ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അന്നത്തെ ദിവസം സ്കൂളുള്ള ദിവസമായിരുന്നു. കഴിഞ്ഞ ഫ്രൈഡേ ആണ് കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ മോനെ ഡ്രസ്സ് ചെയ്യലും കാര്യങ്ങളെല്ലാം ഉപ്പ ചെയ്തോളൂ. എൻ്റെ ഉപ്പയാണ് കേട്ടോ. അപ്പോൾ ഉപ്പയും ഉമ്മയും അന്നത്തെ ദിവസം തലേ ദിവസം എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. അങ്ങനെ മോനൊക്കെ പോയി ഒരു 10 മണിക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ അവർ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ ഡെമോ ആയിട്ട് ഫസ്റ്റ് ഒരു കേക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവരത് കണ്ടിട്ട് അതുപോലെ ഒരു കേക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവർ ഒന്നിച്ചിട്ട് തന്നെ കേക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുക, അത് കണ്ടിട്ട് ചെയ്യില്ലേ. അപ്പോൾ അവർക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആവും അങ്ങനെ സ്പഞ്ച് ചെയ്യുമ്പോൾ. പിന്നെ ഒരു സ്പഞ്ച് ചെയ്യാനേ അവർക്ക് ടൈം ഉണ്ടാവുള്ളൂ. ബാക്കി സ്പഞ്ചെല്ലാം നമ്മൾ തലേ ദിവസം റെഡിയാക്കിയിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും തലേ ദിവസം റെഡിയാക്കണതുകൊണ്ട് പിന്നെ അത് ചൂടാറുന്ന ആ ഒരു ഗ്യാപ്പിലായിട്ട് അവിടെയുള്ള സ്പഞ്ച് വെച്ചിട്ട് അവർ കേക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം ഐസിങ് നമ്മൾ കറക്റ്റ് കാണിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ക്രീം ബീറ്റ് ചെയ്യലെല്ലാം കാണിച്ചു കൊടുക്കും. പിന്നെ അവർ തന്നെ നോക്കിയിട്ട് അതുപോലെ കറക്റ്റ് ബീറ്റ് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുക. അപ്പോൾ അവർക്ക് ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡൗട്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചതുകൊണ്ട് അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 പേരായിരുന്നു നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം എടുത്തെടുത്തിട്ടുള്ള കേക്കുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും കേക്കുകളായിരുന്നു അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിൽ ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 ടയർ കേക്കും ഒരു 2 ടയർ കേക്ക് പിന്നെ ഒരു ഡോൾ കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ 3 ഫ്ലേവറിലായിട്ടുള്ള കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഓഫ്ലൈൻ ക്ലാസ് നടക്കാറുള്ളത്. വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ലത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണതായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാനും അതുപോലെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കാനെല്ലാം കഴിയുക ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലായിരിക്കും കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിലും മാക്സിമം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ കേക്കുകളായിട്ട് കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അവർ പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോ കേക്കുകളായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അവർക്കുള്ള കണ്ടെയ്നറിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഈ ഒരു സ്റ്റുഡൻസ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന സമയമായപ്പോൾ അവർ എന്താ പറയുക, അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കേക്ക് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പാത്രങ്ങളൊക്കെ എന്താ പറയുക ഇങ്ങനെ മെസ്സിയായിട്ടാണ് കിച്ചൺ കെടുക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവർ പോയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഭയങ്കര സന്തോഷമായി.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓഫ്ലൈൻ കേക്ക് ക്ലാസ്സും ഫോണ്ടൻറ്റ് ക്ലാസ്സും മാക്രോൺസിൻ്റെ ക്ലാസ് എല്ലാം നടക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പം ഇൻസ്റ്റയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്